ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് പെരുന്നാളല്ലേ, നമുക്കിന്നൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ. നമുക്കിന്നൊരു കുട്ടൻ ബിരിയാണി, മറ്റേ ഇളയ ബീഫ് കൊണ്ടിട്ടുള്ളൊരു ബിരിയാണി ഉണ്ടാക്കി വെക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ 1 kg ആണ് ബീഫ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിനധികം വേവില്ല, ഇത് ആക്ച്വലി ഭയങ്കര വേവ് കുറവാണ്. ഇത് നമുക്കിത് ഇവിടെ കുക്കറിലേക്ക് മാറ്റി അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഗൈസ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഇത്ര മതിയാവും. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, ഇത് മതിയാവും. ദെൻ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം, എന്നിട്ട് വേവിക്കാം. കുരുമുളക് പൊടി ഇവിടെ ഉണ്ടായില്ല. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ദെൻ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഗൈസ്, മതിയാവും. കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മറ്റേ 10 രൂപയുടെ പാക്കറ്റ്, അതിൻ്റെ പകുതിയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ഇതാക്കി കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുക്കറിലേക്ക് മാറ്റി തീ കത്തിച്ചിട്ടില്ല. ഇനി നമുക്കിതിനകത്തേക്ക് മറ്റേ സവാളയും ഇഞ്ചിയും പിന്നെ എന്താണ് പച്ചമുളക്, തക്കാളി എല്ലാം കൂടിയിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇത് എനിക്ക് അളവൊന്നും വലിയ പിടിയില്ല, എന്നാലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് അമ്മ ഓൾറെഡി ചെയ്ത് വെച്ചതാണ്, നമുക്കത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് അതിനകത്ത് പിടിച്ചിരിക്കും. ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോയും മറ്റേ കൈ കൊണ്ട് കുക്കിംഗ് ചെയ്യുന്ന കൊണ്ടിട്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പം നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടച്ചു വെച്ച് ഒരു 2-3 വിസിൽ കേൾപ്പിക്കാം. ഇത് അധികം വേണ്ട, വേവ് കുറവാണല്ലോ. ശരിക്കും 2 വിസിൽ എന്നൊക്കെയാണ് ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ടത്. നമുക്ക് 2-3 അടുപ്പിച്ച് നോക്കാം. അപ്പോൾ വിസിൽ വരട്ടെ ഗൈസ്. അപ്പോൾ ആ നേരം കൊണ്ടിട്ട് ഞാൻ പോയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഞാൻ എണീറ്റേ ഉള്ളൂ. പിന്നെ പല്ല് വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴത്തേക്കിനും വിസിൽ റെഡിയാവും. അപ്പം വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ. അരി ഓൾറെഡി അമ്മ വേവിച്ച് വെച്ചു, കാരണം അരിയൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുതൽ എനിക്ക് തോന്നണില്ല. അപ്പോൾ നമുക്ക് ഇത് വെന്ത് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ കഴിച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞു പോയിരുന്നു. ഇതിനകത്തേക്ക് സവാളയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഓർത്തത് സവാളക്ക് ഒന്നും വേണ്ട ഉപ്പിട്ടില്ലല്ലോ. എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടി കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഗൈസ് വിസിൽ വന്നിട്ടുണ്ട്, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ആക്ച്വലി നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്ത് ഇനിയിപ്പോൾ ഇത് ഇവിടെ നിന്ന് വേവട്ടെ, നമുക്ക് അപ്പോഴത്തേക്കിനും ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇത് വെന്തില്ല ഗൈസ്. 3 വിസിൽ നമ്മൾ അടുപ്പിച്ച്. ഇത് മീറ്റ് വെന്തിട്ടില്ല, പോരാണ്ട് കുറേ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചില്ല. നിങ്ങൾ കണ്ടതല്ലേ, നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചില്ല, പക്ഷെ അതിൽ നിന്ന് ഇത്രയും വെള്ളം ഇറങ്ങി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കണം, പണി പാളിയല്ല, കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നുന്നു. നമുക്കിതൊന്ന് വറ്റിച്ച് നോക്കാം ഗൈസ്. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ. ഇത് ഇത്തിരി ടൈം എടുക്കുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്, കാരണം ഇത്രയും വെള്ളം വറ്റി വരണ്ടേ. നമുക്ക് അപ്പോഴത്തേക്കിനും ഇപ്പുറത്തെ അടുപ്പിൽ ഇവിടെ നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. നമുക്ക് മറ്റേ കശുവണ്ടിയും പിന്നെ കിസ്മിസൊക്കെ വറുത്തെടുക്കാം. പിന്നെ ബിരിയാണിയിൽ ഇടാനുള്ള മറ്റേ സവാളയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിനകത്ത് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കാഷ്യൂനട്ടൊക്കെ ഇട്ട് കൊടുക്കാം. ഗായ്സ്, അപ്പോൾ നമ്മൾ കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മറ്റേ ബ്രൗൺ കളറാവുന്നവരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ ഉണക്കമുന്തിരിയും കൂടി വറുത്തെടുക്കാം. അപ്പോൾ നമുക്കിനി നേരെ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഇത് പൊട്ടിത്തെറിക്കോ എനിക്കറിയില്ല, നല്ല പേടിയുണ്ടേ. ഓക്കെ, ഇത്രയും മതി. ഉണക്കമുന്തിരിയും കൂടി നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഉണക്കമുന്തിരി വറുത്തുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ഇതിങ്ങനെ ഇതായി വരും, കിസ്മിസ് പൊങ്ങി വരും. അപ്പോൾ അങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേക്കിനും അതും അങ്ങോട്ട് എടുത്ത് മാറ്റാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള മറ്റേ നൈസായിട്ട് അരിഞ്ഞതായിട്ട് അത് നല്ലപോലെ ബിരിയാണിക്ക് വേണ്ടി ഇങ്ങനെ ബ്രൗൺ ആക്കി എടുക്കണം. കറുപ്പ് കളർ, ബ്രൗൺ കളർ അതുപോലെ ആക്കി എടുക്കണം. അപ്പോൾ അതിന് ഇച്ചിരി ടൈം എടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം കളർ മാറി വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കാം.
തീ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ആവുന്നില്ല, കുറേ ടൈം ആകും. എനിക്കറിയാം, ഞാനത് പണ്ട് ഒരു കസിൻ്റെ കല്യാണത്തിന് ബിരിയാണി വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അന്നേരം ആ ഒരു ഇങ്ങനെ വറുത്ത് കോരുന്ന കാണുന്നു കുറേ ടൈം. അപ്പം പിന്നെ അത് അവർ അങ്ങനെ ചെയ്തിട്ട് അത്രയും ടൈം എടുത്തെങ്കിൽ നമ്മൾ ഈ 3 പേർക്ക് വെക്കുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് കുളിക്കാമല്ലോ. അത് മാത്രം ടൈം എടുക്കുന്നത്. അയ്യോ, വേർത്ത് ഞാൻ കുളിച്ച്. പക്ഷേ ഗൈസ് അടുക്കള മൊത്തം ബിരിയാണിയുടെ മണമാണ്. നല്ല ബിരിയാണിയുടെ ഇങ്ങനെ ഒരു അരോമ ഉണ്ടാവില്ല. ആ സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ബീഫ് പണിയുന്നത് അതിങ്ങനെ വകർന്ന് വെന്തുകൊണ്ടിരിക്കണേ കണ്ട. ഇത് വെള്ളം വറ്റുന്നില്ല, വെള്ളം കൂടി വറ്റുന്നത്. എന്താണോ എന്ത്, ഞാനാദ്യം യൂട്യൂബിൽ വീഡിയോ കണ്ടപ്പോഴത്തേക്കും ആ ചേച്ചി പറഞ്ഞു വെള്ളമൊന്നും ഒഴിക്കാനും വെന്ത് കിട്ടുമെന്ന് പറഞ്ഞ വെള്ളം ഒഴിച്ചില്ല. പക്ഷേ വെള്ളം കയറി എന്താണുണ്ട്. നമ്മുടെ സവോള ഇവിടെ ഏകദേശം ഒരു നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബീഫ് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. ബീഫ് ഇപ്പോൾ ഏകദേശം നമ്മുടെ വെന്തിട്ടുണ്ട്, അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടുന്ന പരിപാടിയിലോട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ പാത്രത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ പാത്രത്തിനകത്തേക്ക് ഫസ്റ്റ് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് നമ്മുടെ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസും പിന്നെ അതിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കൊടുക്കാം. റൈസ് നമ്മളിപ്പോൾ ദമ്മിട്ടിട്ടുണ്ട്, നമ്മൾ എല്ലാം സെറ്റ് ചെയ്തു. ഇനി ഇത് നമുക്ക് കുറേ നേരം അടച്ചു വെക്കാം. നല്ല സിമ്മ് തീയിൽ കുറച്ചധികം നേരം ഇത് അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ ദമ്മിട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇപ്പുറത്തെ വലിയ അടപ്പിൽ നിന്ന് ചെറിയ അടപ്പിലേക്ക് മാറ്റി നല്ലപോലെ തീ മാക്സിമം സിമ്മിലാണ് ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിതൊരു 1/4 മണിക്കൂറോളം വെച്ച് നോക്കാം എത്രത്തോളം വെക്കണം. ദമ്മ് ചാടുമ്പോഴത്തേക്കിനും അറിയാം നമുക്കത് വെന്തിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് വെച്ച് കൊടുത്ത് നോക്കാം. സംഭവം നമ്മൾ നല്ലപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ചൂടുണ്ടേ, നല്ല അത്യാവശ്യം നല്ല രീതിക്ക്. കൈ പൊളി എൻ്റെ മോനെ, ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ് ഗൈസ്. ഇച്ചിരി ഇവിടെ പോയി അടുത്ത് കളയാം. ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ്. വാവ്. ഞാൻ എന്തായാലും ഇത് ഒന്ന് ബിരിയാണി സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കഴിച്ചു നോക്കാം. കുറച്ച് സാലഡും ഇവിടെ കുറച്ച് അച്ചാറൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കൂടിയിട്ട് നമുക്ക് ഈ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കിയിട്ട് അങ്ങനെ ഉണ്ടെന്ന് പറയാം. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയാമെന്നല്ല, നല്ല രസമുണ്ട്. പിന്നെ ഒരിച്ചിരി ചോറൊരിച്ചിരി വെന്ത പോലെയുണ്ട്. ബാക്കിയെല്ലാം കൊണ്ടും വേറെ പ്രശ്നമില്ല. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. കീപ്പ് ഇൻ ടച്ച്. ഓക്കെ, ബൈ.